തിരുവനന്തപുരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ ദുരൂഹത. അറസ്റ്റിലായ മകളുടെ ഭർത്താവ് BM ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യും. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയോടുകൂടി കുടുംബാംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തങ്ങൾ പോകുന്നുവെന്ന ഒരു മെസ്സേജ് വരുന്നു. ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ സോമനന്ദനത്തിലെ വീട്ടിലെത്തി. അപ്പോഴേക്കും പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ N രാജീവിന്റെ ഭാര്യ SL സജിതയും മകൾ ഗ്രീമ S രാജിയും സൈനൈഡ് കഴിച്ച് സ്വയം ജീവനൊടുക്കിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവച്ച ശേഷമാണ് ഇവർ സൈനൈഡ് കഴിച്ച് ജീവനൊടുക്കിയത്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണത്തിന് കാരണമെന്നും വിവാഹത്തിനു ശേഷം വെറും 25 ദിവസം മാത്രം കൂടെ താമസിച്ച ശേഷം ഇയാൾ തന്നെ ഉപേക്ഷിച്ചു എന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. 200 പവനും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കൾ നൽകിയാണ് വിവാഹം നടത്തിയത്. 6 വർഷം മുൻപായിരുന്നു ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയി. ഗ്രീമ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കമലേശ്വരത്തെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്രീമയുടെ അച്ഛൻ രാജീവ് മരിച്ചു. പിന്നീട് കുടുംബം അനുഭവിച്ച ഒറ്റപ്പെടലും ഉണ്ണികൃഷ്ണന്റെ അവഗണനയും മരണത്തിന് കാരണമായെന്നാണ് സൂചന. ഇതിനിടയിൽ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വിവാഹബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് ഉണ്ണികൃഷ്ണൻ അറിയിച്ചതായാണ് സൂചന. ഇതോടെ കുടുംബം മാനസികമായി തകർന്നു. തുടർന്നാണ് ആത്മഹത്യ. പക്ഷേ ഇവർക്ക് സൈനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ചും പോലീസ് പരിശോധിക്കുന്നു. പൂന്തുറ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പൂന്തുറ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.